Hey hello guys, welcome back to our channel. So ഇന്ന് നമ്മൾ നോക്കുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ജാപ്പനീസ് അനിമി ടിവി സീരീസിന്റെ സീസൺ 2 നാലാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ഈ സീരീസ് നിങ്ങൾ കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും യെസ് എന്ന് പറഞ്ഞ് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എത്ര പേർ ഈ സീരീസ് കണ്ടിട്ട് എക്സ്പ്ലനേഷൻ കാണുന്നുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കോണിയും മറ്റുള്ളവരും ആ തകർന്ന ബിൽഡിംഗിൽ തമ്പടിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ടൈറ്റൻസ് വരുന്നു. ടൈറ്റൻസിനെ കണ്ട് ആയുധങ്ങളുള്ള അവരുടെ കൂട്ടത്തിലെ 4 സർവേ കോപ്സ് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി പുറപ്പെടുന്നു. ഇതെല്ലാം തന്നെ മതിലിന് മുകളിൽ ഇരുന്ന കുരങ്ങനെ പോലുള്ള ടൈറ്റൻ കാണുന്നുണ്ട്. പിന്നീട് 2 മണിക്കൂർ മുൻപേയുള്ള സീനാണ് കാണിക്കുന്നത്. ഈ അടുത്ത ആരോ ഈ കോട്ടയിൽ തമ്പടിച്ചിട്ടുണ്ട്, അതിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാനുണ്ട് എന്ന് റെയ്നർ പറയുന്നു. മതിലിനടുത്തായതുകൊണ്ട് വല്ല കള്ളന്മാരും ആയിരിക്കും എന്ന് മറ്റൊരാളും പറയുന്നു. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു റൂമിനകത്തു നിന്നും ഒരു മദ്യക്കുപ്പിയായിട്ട് ഒരു ഓഫീസർ വരുന്നു. ഇത് നോക്കിയേ, കിടിലൊരു സാധനം, പക്ഷെ ഇതിന്റെ അകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നീ അത് കുടിക്കാൻ പോവാണോ എന്നൊരു ലേഡി ചോദിക്കുന്നു. ഏയ് മണ്ടത്തരം പറയല്ലേ, ഇങ്ങനെ ഒരു സമയത്ത് ഇത് കുടിക്കാൻ പറ്റുമോ എന്ന് അങ്ങേരും പറയുന്നു. ഇതേ സമയമാണ് ഒരു ഓഫീസർ റിക്രൂട്ടുകളോട് ഉറങ്ങാൻ വേണ്ടി പറയുന്നത്. രാത്രി ടൈറ്റൻസിന് അനങ്ങാൻ സാധിക്കില്ലല്ലോ അല്ലേ, പക്ഷെ എന്നാലും ഒരു മുൻകരുതൽ എന്നോളം നമുക്ക് മാറി മാറി കാവൽ നിൽക്കാം. സൂര്യൻ ഉദിക്കുന്നതിന്റെ 4 മണിക്കൂർ മുൻപേ നമുക്ക് ഇവിടെ നിന്നും പുറപ്പെടണം എന്ന് ആ ഓഫീസർ പറയുന്നു. അപ്പോഴാണ് ക്രിസ്റ്റ ആ കാര്യം പറയുന്നത്. അവർ ഇത്രത്തോളം അന്വേഷിച്ചിട്ടും എവിടെയാണ് മതിൽ തകർന്നിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ മതിൽ ഒരു പക്ഷേ തകർന്നിട്ടില്ലെങ്കിലോ എവിടുന്നായിരിക്കും ടൈറ്റൻസ് വരുന്നത്? ഇതിനുള്ള ഉത്തരം കണ്ടെത്തലാണ് നാളത്തെ നമ്മുടെ ദൗത്യം എന്ന ഓഫീസറും പറയുന്നു. അപ്പോഴാണ് നാനാബ ഒരു കാര്യം പറയുന്നത്. നമ്മൾ ആദ്യം കണ്ട ആ 9 ടൈറ്റൻ അല്ലാതെ നമ്മൾ വേറൊരു ടൈറ്റനെയും കണ്ടിട്ടില്ല. സപ്പോസ് മതിൽ തകർന്നിരുന്നെങ്കിൽ ഇതിനോടകം ഒരുപാട് ടൈറ്റൻസിനെ നമ്മൾ കണ്ടേനെ. ഇത് കേട്ട് ഏമിർ, നിന്റെ ഗ്രാമത്തിന് എന്ത് പറ്റി എന്ന് കോണിയോട് ചോദിക്കുന്നു. ടൈറ്റൻസ് എല്ലാം തകർത്തു, പക്ഷെ ആർക്കൊന്നും പറ്റിയിട്ടില്ല. ചോരയോ മറ്റവശിഷ്ടങ്ങളോ അവിടെ കാണാനില്ല. അവരെല്ലാവരും രക്ഷപ്പെട്ടു കാണും. അതാലോചിക്കുമ്പോ എനിക്ക് കുറച്ച് സമാധാനമുണ്ട്. പക്ഷെ എന്റെ വീടിന് മുകളിൽ കണ്ട ആ ടൈറ്റനെ എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല. അതിന് അനങ്ങാൻ സാധിക്കില്ലായിരുന്നു. അതെന്റെ വീടിന് മുകളിൽ കിടക്കുമായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ആ ടൈറ്റനെ കാണാൻ എന്റെ അമ്മയെ പോലെ ഉണ്ടായിരുന്നു. എന്താ അതങ്ങനെ എന്ന് കോണി ചോദിക്കുന്നു. ഹേയ്, നീ അത് ഇപ്പോഴും വിട്ടില്ലേ എന്ന് റെയ്നർ അവനോട് ചോദിക്കുന്നു. എന്ത്, ആ ടൈറ്റൻ നിന്റെ അമ്മയാണെന്നോ? പിന്നെ എങ്ങനെയാടാ നീ ഒരു കുള്ളനായി പോയത്? നീ ഒരു മണ്ടനാണെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു, പക്ഷെ ഇതൊരു രക്ഷയില്ല എന്നും പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുകയാണ് ഏമിർ. ഒന്ന് നിർത്തുവോ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. നീ പറഞ്ഞത് ശരിയാണെങ്കിൽ നിന്റെ അച്ഛൻ ഒരു ടൈറ്റൻ ആയിരിക്കുമല്ലോ. അപ്പൊ ഈ പരിപാടികളൊക്കെ എങ്ങനെയാ? നിർത്താനല്ലടി നിന്നോട് പറഞ്ഞേ, മര്യാദക്ക് പോയി കടന്നുറങ്ങടി എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയാണ് കോണി. പിന്നീട് കുറച്ചു സമയത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു റൂം പരിശോധിച്ചുകൊണ്ടിരിക്കുവാണ് ഏമിർ. അവളുടെ അടുത്തോട്ട് റെയ്നർ പതിയെ വരുവാണ്. എന്താ റെയ്നർ, ഒരു ചുറ്റിക്കളി? നിന്നെ കണ്ട സ്ത്രീകളോട് താല്പര്യമുള്ളതുപോലെ തോന്നുന്നില്ലല്ലോ. ഓ, നിന്നെ കണ്ട ആണുങ്ങളോട് താല്പര്യമുള്ളവളാണെന്നും തോന്നുന്നില്ലല്ലോ. ഞാൻ എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്ന് നോക്കിയതാ. മിക്കവാറും ഇതായിരിക്കും എന്റെ അവസാനത്തെ അത്തായം എന്ന് പറഞ്ഞ ഒരു പെട്ടി തെരഞ്ഞുകൊണ്ടിരിക്കുവാണ് ഏമിർ. കോണിയുടെ ആ ഗ്രാമത്തിനെ പറ്റി സംസാരിച്ചപ്പോ നീ മനഃപൂർവ്വം വിഷയം മാറ്റിയതല്ലേ? ഇനിയും അങ്ങനെ ചെയ്താ വളരെ നന്നായിരിക്കും, അല്ലെങ്കിൽ അവൻ കുടുംബത്തെ ആലോചിച്ച് ടെൻഷനാവും എന്ന് റെയ്നർ പറയുന്നു. നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? ഓ, ഇത് കണ്ടിട്ട് തരക്കിടില്ലല്ലോ എന്ന് പറഞ്ഞ് ഏമിർ ആ പെട്ടിക്കകത്തുനിന്നും ഒരു ക്യാൻ എടുക്കുന്നു. മത്തി എനിക്ക് ഇഷ്ടമല്ല, എന്നാലും കുഴപ്പമില്ല എന്ന് ആ ക്യാൻ നോക്കി ഏമിർ പറയുന്നു. നോക്കട്ടെ, ഇനിയും ഉണ്ടോ എന്ന് ചോദിച്ച് ആ ക്യാൻ റെയ്നർ മേടിക്കുന്നു. സോ അതിലെഴുതിയത് കണ്ട് റെയ്നർ ഞെട്ടുന്നു. ഇത് ഏതാണ് ഈ ഭാഷ? ഇതിൽ മത്തി എന്നാണോ എഴുതിയിരിക്കുന്നത്? നിനക്കിത് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് റെയ്നർ ചോദിക്കുന്നു. അപ്പോഴാണ് അവൾ ആ കാര്യം ആലോചിക്കുന്നത്. അവൾ ഞെട്ടുന്നു. സംതിങ് ഫിഷ്. ഏമിർ, നീ എന്ന് റെയ്നർ അവളോട് ചോദിക്കുന്നു. റെയ്നറെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ. പെട്ടെന്നാണ് എല്ലാവരും എഴുന്നേക്ക് എന്ന ശബ്ദം കേൾക്കുന്നത്. സോ ടൈറ്റൻസ് അവരെ വളഞ്ഞ കാര്യം അവർ മനസ്സിലാക്കുന്നു. മനുഷ്യനൊന്ന് കള്ളു കുടിക്കാൻ പോലും പറ്റാത്തത് നീയൊക്കെ കാരണമാണ് എന്ന് പറഞ്ഞ് സർവേ കോപ്സ് അവരെ കൊല്ലാൻ വേണ്ടി പുറപ്പെടുന്നു. അവരുടെ ബിൽഡിങ്ങിനെ തൊട്ടടുത്തുള്ള ഒരു ടൈറ്റനെ അവർ വെട്ടി താഴെയിടുന്നു. അതിന്റെ അടിയിൽ ഒരുപാട് കുഞ്ഞു ടൈറ്റനുകളും പെട്ടുപോകുന്നു. അതിലൊന്ന് പുറത്തു വരാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഒരു ലേഡി വന്ന് അതിനെ കൊല്ലുന്നു. അപ്പോഴാണ് അവൾ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ബിൽഡിങ്ങിന്റെ ഡോർ തകർന്നിരിക്കുന്നു. ടൈറ്റൻസ് അകത്ത് കയറിയിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അവൾ മുകളിൽ പോയി റിക്രൂട്ട്സുകളോട് കാര്യം പറയുന്നു. ടൈറ്റൻസ് അകത്ത് കയറി പെട്ടെന്ന് തന്നെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്ത് അതുങ്ങളെ തടയും. ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. അതുവരെ ഞങ്ങളും ജീവനോടെ ഉണ്ടാവുമെന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല എന്നാ ലേഡി പറയുന്നു.
പെട്ടെന്ന് തന്നെ റെയ്നർ അവിടെ ഉണ്ടായിരുന്ന ഒരു തീപ്പന്ത് കൊടുത്ത് താഴോട്ട് പോകുന്നു. ടൈറ്റൻസ് എവിടെ വരെ എത്തിയെന്ന് ഞാനൊന്ന് നോക്കട്ടെ, നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് റെയ്നർ പറഞ്ഞ് താഴോട്ട് ഓടുവാണ്. പുറകെ തന്നെ കോണിയും ബെർഡോൾഡും വരുന്നുണ്ട്. അപകടം പിടിച്ച ജോലിയൊക്കെ സ്വയം ഏറ്റെടുക്കാൻ ഇവനാരാ എന്ന് കോണി ചോദിക്കുന്നു. അതെ, അത് അവന്റെ ഒരു മോശം ശീലമാണ് എന്ന് ബെർഡോൾഡും പറയുന്നു. താഴെ എത്തിയ റെയ്നർ ഒരു ഡോറ് തുറന്നു നോക്കുവാണ്. അപ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത്. ഒരു ടൈറ്റൻ ആ ഡോറിന്റെ മുമ്പിൽ അവനെ തന്നെ നോക്കി നിൽക്കുന്നു. ഇത് കണ്ട് പെട്ടെന്ന് തന്നെ അവൻ ആ ഡോർ അടക്കുന്നു. അവരെത്തി, എന്തെങ്കിലും വേഗം കൊണ്ടുവാ എന്ന് റെയ്നർ വിളിച്ചു പറയുന്നു. പെട്ടെന്നതാ ആ കതകും തകർത്തുകൊണ്ട് ആ ടൈറ്റന്റെ കൈ അകത്തോട്ട് വരുന്നു. റെയ്നറെ ഇപ്പൊ കൊല്ലുടാന്നും പറഞ്ഞു വരുന്ന സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. പണ്ട് ഇതുപോലൊരു ടൈറ്റൻ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അന്ന് അവനെ അതിൽ നിന്നും രക്ഷിച്ചത് മറ്റൊരാളായിരുന്നു. പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു മാറിയ റെയ്നർ എനിക്ക് തിരിച്ചു പോണം എന്ന് പറയുവാണ്. അപ്പോഴാണ് പുറകിൽ നിന്നും റെയ്നർ എന്ന് വിളി കേൾക്കുന്നത്. ബെർഡോൾഡ് ആയിരുന്നു അത്. അവനൊരു കുന്തവും കൊണ്ടുവന്ന് ആ ടൈറ്റന്റെ കണ്ണിനിട്ടങ്ങ് കുത്തുന്നു. എന്തെങ്കിലും പറ്റിയോ റെയ്നർ? ഇല്ല, നമ്മൾ ഇത് അതിജീവിക്കും. നമ്മൾ ജനിച്ച നാട്ടിലോട്ട് തീർച്ചയായിട്ടും പോയിരിക്കും. പെട്ടെന്ന് റെയ്നറെയും ബെർഡോൾഡിനെയും മുകളിൽ നിന്ന് ആരോ വിളിക്കുന്നു. കോണിയും ഏമറും ക്രിസ്റ്റയും ആയിരുന്നു അത്. അവരുടെ കയ്യിൽ ഒരു ബീരങ്കിയുണ്ട്. ബീരങ്കിയോ? വെടിമരുന്ന് ഉണ്ടോ അവിടെ എന്ന് റെയ്നർ ചോദിക്കുന്നു. ഒന്നുമില്ല, ഇത് മുഴുവനായിട്ട് അങ്ങോട്ടെടുത്തോ എന്ന് പറഞ്ഞവർ 3 പേരും അത് തള്ളി താഴെ ഇടുന്നു. റെയ്നറും ബെർഡോൾഡും അവിടെ നിന്നും മാറി നിൽക്കുന്നു. ആ ബീരങ്കി ആ ടൈറ്റനെ ഇടിച്ചങ്ങ് തെറിപ്പിക്കുന്നു. സോ ആ ടൈറ്റന് ഇനി എഴുന്നേക്കാൻ സാധിക്കില്ല. നമ്മുടെ കയ്യിൽ ഇനി ആകെയുള്ളത് ഈ കത്തിയാണ്. ഞാൻ പോയി അതിന്റെ നോപ്പ് മുറിക്കട്ടെ എന്ന് കോണി ചോദിക്കുന്നു. നീ ചുമ്മാതിരി, അതെങ്ങാനും എഴുന്നേറ്റ് വന്ന നിന്റെ കഥ തീർന്നു എന്ന് റെയ്നർ പറയുന്നു. തൽക്കാലം നമുക്ക് മുകളിലോട്ട് പോവാം, ഈ ഒരെണ്ണം കൂടാതെ ഇനിയും എന്ന് ക്രിസ്റ്റ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോണിയുടെ പുറകിൽ മറ്റൊരു ടൈറ്റൻ കൂടിയും വരുന്നത്. കോണി എന്ന് ക്രിസ്റ്റോറൊക്കെ വിളിക്കുന്നു. പെട്ടെന്നാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. ഈ പുരാതന കോട്ട ഏത് കാലഘട്ടത്തിലാണ് നിർമ്മിച്ചതെന്ന് അറിയില്ല. അതിനകത്തെ ബീരങ്കികൾ ആ കോട്ടയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. പക്ഷേ ഏത് തരം ശത്രുക്കൾക്കെതിരെ ഉപയോഗിക്കാനാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ഇപ്പോഴും അജ്ഞാതമാണ്. കോണിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ആ ടൈറ്റന്റെ കയ്യിൽ നിന്നും റെയ്നർ അവനെ രക്ഷിക്കുന്നു. എന്നാൽ റെയ്നറിന്റെ കൈ ആ ടൈറ്റൻ കടിക്കുന്നു. പെട്ടെന്ന് റെയ്നർ ആ ടൈറ്റനെ പൊക്കിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ജനാലയുടെ അടുത്തോട്ട് പോകുന്നു. ടൈറ്റൻസിന് അതിന്റെ ശരീരത്തിനനുസരിച്ചുള്ള ഭാരം ഉണ്ടാവില്ലെന്ന് കഴിഞ്ഞ സീസണിൽ നമുക്ക് മനസ്സിലായതാണ്. നിൽക്ക്, നീ അതിനെയും കൊണ്ട് ചാടാൻ പോവാണോ എന്ന് കോണി ചോദിക്കുന്നു. വേറെ വഴിയില്ല എന്ന് റെയ്നറും പറയുന്നു. പെട്ടെന്ന് കോണി തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അതിന്റെ താടിയെല്ലാം മുറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. സോ ടൈറ്റന്റെ കയ്യിൽ നിന്നും റെയ്നറിന്റെ കൈ അവന് തിരിച്ചു കിട്ടുന്നു. സോ ജനാലയുടെ മുകളിലിരിക്കുന്ന ടൈറ്റൻ അവരെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് എല്ലാവരും കൂടി ചേർന്ന് അതിനെ തള്ളി താഴെ ഇടുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് റെയ്നറിന്റെ കൈയിനെ പറ്റിയ പരിക്ക് ക്രിസ്റ്റ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഒടിഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഒരു മരക്കഷ്ണവും കുറച്ച് ബാൻഡേജും വേണ്ടി വരും എന്ന് ക്രിസ്റ്റ പറയുന്നു. സോ അതൊന്നും കിട്ടാത്തത് കൊണ്ട് അവൾ അവളുടെ ഉടുപ്പ് കീറി തൽക്കാലം കൈ കെട്ടിവെക്കുന്നു. ഇത് കണ്ട് ഇവളെ കെട്ടണം എന്ന് മനസ്സിൽ വിചാരിക്കുവാണ് റെയ്നർ. അതേ ക്രിസ്റ്റ, എന്റെ കൈ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, അത് കുറച്ച് തുപ്പല് തേച്ചാ മതി, മാറിക്കോളും എന്ന് കോണിയും പറയുന്നു. എന്നോട് ക്ഷമിക്കേ റെയ്നർ, എന്നെ എപ്പോഴും നീയാണ് രക്ഷിക്കുന്നത്. പണ്ട് ആനിയും അവളുടെ ജീവൻ പണയം വെച്ച് എന്നെ രക്ഷിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു നാൾ ഞാൻ ഇതിനെല്ലാം പ്രത്യുപകാരം ചെയ്യും എന്ന് കോണി പറയുവാണ്. വേണ്ട, ഇതെല്ലാം ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മൾ സൈനികരാണ്. എടാ ബെർഡോൾഡ്, റെയ്നർ പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നോ എന്ന് കോണി അവനോട് ചോദിക്കുന്നു. അല്ല, പണ്ടവൻ ഒരു യോദ്ധാവിനെ പോലെയായിരുന്നു. ഇപ്പൊ അവൻ ഒരുപാട് മാറിപ്പോയി. യോദ്ധാവോ? നീ എന്തൊക്കെയാ പറയുന്നേ എന്ന് റെയ്നർ അവനോട് ചോദിക്കുന്നു. അതൊക്കെ വിട്, ഈ സർവേ കോപ്സ് ശരിക്കും ഒരു സംഭവം തന്നെ. മറ്റു സൈനികരെ വെച്ച് നോക്കുമ്പോ ഇവര് വേറെ ലെവലാണ് എന്ന് ഏമർ പറയുന്നു. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ഞാൻ അഭയും കൂട്ടരും മുമ്പിൽ വരുന്ന എല്ലാ ടൈറ്റൻസിനെയും വെട്ടി വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിൽ എല്ലാം തീർന്നു, നമ്മൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നേ എന്നൊരു ഓഫീസർ പറയുന്നു. പെട്ടെന്നാണ് അങ്ങോട്ടൊരു കുതിര പറന്നു വരുന്നത്. സോ ആരോ കുതിരകളെ അങ്ങോട്ട് എടുത്ത് എറിയുന്നുണ്ട്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന 2 ഓഫീസേഴ്സ് ഏറിക്കൊണ്ട് താഴെ വീഴുന്നു. സോ താഴെ വീണ അവരെ 2 പേരെയും മുകളിലോട്ട് കൊണ്ടുവരുന്നു. പക്ഷെ അവർ അതിനോടകം മരിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ആ മതിലിനടുത്തോട്ട് പോയ ആ വലിയ ടൈറ്റൻ അതാ ഇത് ചെയ്തേ എന്ന് പറഞ്ഞ് കോണി അങ്ങോട്ട് നോക്കുന്നു. അപ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത്. ഒരു ലോഡ് ടൈറ്റൻസ് അതാ അങ്ങോട്ട് വരുന്നു. സോ ആൾറെഡി ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേർ മരിച്ചു. ബാക്കിയുള്ളവരുടെ കയ്യിലാണെങ്കിൽ വെപ്പൺസും ഇല്ല. സോ ഇനിയുള്ള ടൈറ്റൻസിന് മുമ്പിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അവർക്ക് മനസ്സിലാവുന്നു. പക്ഷെ എന്തായാലും നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ. നനാബയും മറ്റേ ഓഫീസറും കളത്തിലിറങ്ങുന്നു. അവന്റെ ഗ്യാസ് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. ഒരു ടൈറ്റനെ അവൻ വെട്ടി വീഴ്ത്തുന്നു. തങ്ങൾ നിൽക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലോട്ടായിരുന്നു ആ ടൈറ്റൻ വീണത്. ആ ബിൽഡിംഗ് ഇടിഞ്ഞു പൊളിഞ്ഞു താഴോട്ട് വീഴുന്നു. നമ്മൾ 4 പേരും ഏകദേശം എത്ര ടൈറ്റൻസിനെ കൊന്നു കാണും അറിയില്ല, എണ്ണാൻ സമയം കിട്ടിയില്ല എന്ന് ഞാൻ അവ പറയുന്നു. എന്തായാലും ഞാൻ നല്ലോണം പോരാടി എന്ന് തോന്നുന്നു. പക്ഷേ സമയമായി. കുടിക്കാൻ കുറച്ച് കള്ള് കിട്ടിയിരുന്നെങ്കിൽ
ക്ഷമിക്കണം നനാബ, എന്റെ തല അവിടെ എവിടെയോ വെച്ച് ഇടിച്ചെന്ന് തോന്നുന്നു. ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഗൽഗർ താഴെ വീഴുന്നു. നേരെ ഒരു ടൈറ്റന്റെ കയ്യിലോട്ടാണ് വീഴുന്നത്. ഇത് കണ്ട് നനാബ പെട്ടെന്ന് തന്നെ ആ ടൈറ്റനെ അങ്ങ് കൊന്നുകളയുന്നു. ആ ബിൽഡിങ്ങിലുണ്ടായിരുന്ന ഒരു ഹോളുവായി ഗൽഗർ അകത്തോട്ട് വീഴുന്നു. അപ്പോഴാണ് ആ കാര്യം സംഭവിക്കുന്നത്. നനാബയുടെ ഗ്യാസ് തീർന്നു പോകുന്നു. അകത്തോട്ട് വീഴുന്ന ഗൽഗർ അവിടെ മദ്യക്കുപ്പി കാണുന്നു. പക്ഷെ അതിലൊരു തുള്ളി പോലും മദ്യമില്ല. പെട്ടെന്നാണ് ഒരു ടൈറ്റൻ അവനെ പിടിക്കുന്നത്. സോ ഇതെല്ലാം നോക്കി നിൽക്കാൻ മാത്രമേ കോണിക്കും മറ്റുള്ളവർക്കും സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ക്രിസ്റ്റ അവിടെ ഉണ്ടായിരുന്ന കല്ലൊക്കെ ടൈറ്റൻസിനെ നേരെ എടുത്ത് എറിയുന്നുണ്ട്. ഗൽഗറിനെയും നനാബിനെയും ടൈറ്റൻസ് പിച്ചി ചീന്തുന്നു. അച്ഛാ, എന്നോട് ക്ഷമിക്കേ, ഇനി ഞാൻ ആവർത്തിക്കില്ല. വേണ്ട അച്ഛാ, വേണ്ട എന്നായിരുന്നു മരിക്കുന്നതിന് മുമ്പ് നനാബ അവസാനമായിട്ട് പറഞ്ഞത്. ഈ കോട്ട തകരുന്നതും ഇങ്ങനെ നോക്കിയിരുന്നാ മതിയോ? നമ്മളെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലേ? എന്താവസ്ഥയാണിത്? ദൗത്യം പോലും പൂർത്തിയാക്കാൻ പറ്റാതെ നമ്മൾ കൊല്ലപ്പെടും എന്ന് കോണി പറയുന്നു. എനിക്ക് ഫൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കയ്യിൽ എന്തെങ്കിലും ഒരു ആയുധം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും അവരെ പോലെ പോരാടി മരിക്കാമായിരുന്നു എന്ന് ക്രിസ്റ്റ പറയുന്നു. ക്രിസ്റ്റ, ഇപ്പൊ നീ ഇങ്ങനെയാണോ പറയേണ്ടത്? അവരുടെ മരണം മുതലെടുക്കാൻ നീ ശ്രമിക്കരുത്. നിന്റെ ആത്മഹത്യ മനോഹരമാക്കാൻ വേണ്ടിയല്ല അവർ മരിച്ചത്. നീ അവരെയും കോണിയെയും പോലെയല്ല. അവർക്ക് മരിക്കണമെന്നില്ല. പക്ഷെ നിനക്ക് അങ്ങനെയല്ലല്ലോ. പ്രശംസ അറിയിക്കുന്ന ഒരു സാഹസിക മരണം മാത്രമാണ് നിന്റെ ലക്ഷ്യം. കോണി, ആ കത്തി ഇങ്ങത്താ എന്ന് ഏമിർ പറയുന്നു. നന്ദിയുണ്ടടാ എന്ന് കോണിയുടെ തലയിൽ തട്ടി അവൾ പറയുന്നു. നിനക്കിത് എന്തിനാ? വേറെ എന്തിനാ? എനിക്ക് പോരാടാൻ. ഏമിർ, അതുകൊണ്ടെങ്ങനെ എന്ന് റെയ്നർ അവളോട് ചോദിക്കുന്നു. അതെങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല ക്രിസ്റ്റ. ഇതെല്ലാം നീ മറന്നിട്ടുണ്ടാവും. പക്ഷെ നീ ഓർക്കണം, ആ മഞ്ഞുമലയുടെ മുകളിൽ നിന്ന് നിനക്ക് തന്ന വാക്ക്. നിന്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. നീ നിനക്ക് അഭിമാനിക്കാനാവുന്ന തരത്തിലുള്ള ഒരു ജീവിതം ജീവിക്കണം. അതാണ് എന്റെ ആഗ്രഹം. എനിക്ക് തന്ന വാക്ക് മറക്കരുത് ക്രിസ്റ്റ.